ഹലോ, എല്ലാവർക്കും ലോയിച്ച്കോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. അതായത് കോടതികൾക്ക് ആർബിട്രൽ അവാർഡ് ഭാഗികമായി റദ്ദാക്കാനാകുമോ? എന്താണ് ഗായത്രി ബാലസ്വാമി കേസ്? ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ആർബിട്രൽ അവാർഡിൻ്റെ ഒരു ഭാഗം മാത്രം കോടതി റദ്ദാക്കാൻ കഴിയുമോ? ബാക്കി ഭാഗം നിലനിർത്തിക്കൊണ്ട്? ഇതുവരെ ഇന്ത്യൻ കോടതികൾ പറഞ്ഞത് യെസ് എന്നാണ്. പക്ഷെ പിന്നീട് വന്ന ഗായത്രി ബാലസ്വാമി വേഴ്സസ് ISG നോവാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് വിധി ഈ സെറ്റിൽ പൊസിഷൻ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എന്താണ് സെവറബിലിറ്റി. സെക്ഷൻ 34 എന്താണ് പറയുന്നത്? ഗായത്രി ബാലസ്വാമി കേസ് ആർബിട്രൽ ലോനെ എങ്ങനെ ബാധിക്കും? ഓക്കെ, എന്താണ് ആർബിട്രൽ അവാർഡ്? ആർബിട്രേഷനിൽ ട്രിബ്യൂണൽ നൽകുന്ന ഫൈനൽ ഡിസിഷനാണ് ആർബിട്രൽ അവാർഡ്. ആർബിട്രേഷൻ ആൻഡ് കൺസിലേഷൻ ആക്ട് 1996 പ്രകാരം ഈ അവാർഡിനെ ചാലഞ്ച് ചെയ്യാൻ കോടതിക്ക് വളരെ ലിമിറ്റഡ് പവേഴ്സ് മാത്രമേ ഉള്ളൂ. സെക്ഷൻ 34 പ്രകാരം ചില സ്പെസിഫിക് ഗ്രൗണ്ടിലാണ് അവാർഡിനെ ചാലഞ്ച് ചെയ്യാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് പ്രൊസീജറൽ ഇറഗുലാരിറ്റീസ്, ജൂറിസ്ഡിക്ഷണൽ ഇഷ്യൂ, പബ്ലിക് പോളിസി വയലേഷൻ, പാറ്റന്റ് ഇല്ലീഗാലിറ്റി. ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് അവാർഡ് ചാലഞ്ച് ചെയ്യാൻ കോടതികൾക്ക് കഴിയുകയുള്ളൂ. ഒരു അവാർഡിൽ 5 ക്ലെയിംസ് ഉണ്ടെന്ന് കരുതും. അതിൽ 4 ക്ലെയിംസ് പെർഫെക്റ്റ്ലി വാലിഡ് ആണ്, പക്ഷേ ഒരു ക്ലെയിം ഇല്ലീഗലാണ്. അപ്പോൾ മുഴുവൻ അവാർഡ് ക്യാൻസൽ ചെയ്യണോ? അല്ലെങ്കിൽ ഇല്ലീഗലായ ഭാഗം മാത്രം റിമൂവ് ചെയ്താൽ ബാക്കി നിലനിർത്താമോ? ഇതിനെയാണ് സെവറബിലിറ്റി എന്ന് പറയുന്നത്. ആർബിട്രൽ അവാർഡ് ആർബിട്രേഷൻ്റെ സ്കോപ്പിന് ബിയോണ്ട് ആണെങ്കിൽ ആ ഭാഗം സെറ്റസൈഡ് ചെയ്യാനുള്ള പവർ കോടതിക്കുണ്ട്. JG എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു, സെപ്പറേറ്റ് ക്ലെയിം ഉള്ള അവാർഡിൽ ഒരു ഭാഗം ഇൻവാലിഡ് ആണെങ്കിൽ ആ ഭാഗം മാത്രം റിമൂവ് ചെയ്ത് ബാക്കി അപ്പോൾ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ RS ജിവാനി വേഴ്സസ് ഇർക്കോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്, MP പവർ ജനറേഷൻ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് അൻസാൽഡോ എനർജി സ്പാ എന്നിവയും പാർഷ്യൽ അനൽമെൻറ്റ് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്നത് ഈ മേജർ ട്വിസ്റ്റ്. ഗായത്രി ബാലസ്വാമി വേഴ്സസ് ISG നോവാസോഫ്റ്റ് ടെക്നോളജീസ് ലിമിറ്റഡ് കേസിൽ സുപ്രീം കോടതി പ്രധാനമായും പരിഗണിച്ചത് കോർട്ടിന് ആർബിട്രൽ അവാർഡ് മോഡിഫൈ ചെയ്യാൻ പവർ ഉണ്ടോ എന്ന ചോദ്യം. പക്ഷേ ഇതിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കോർട്ട് സെവറബിലിറ്റിയെക്കുറിച്ചും ഒബ്സർവേഷൻസ് നടത്തി. അതാണിപ്പോൾ വലിയ ഡിബേറ്റായി മാറിയത്. അപ്പോൾ നിലവിലുള്ള വിധി പ്രകാരം ആർബിട്രേഷൻ സംവിധാനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം കോടതികളുടെ ഇടപെടൽ പരമാവധി കുറയ്ക്കുക എന്നതാണ്. അതിനാൽ കോടതികൾ ആർബിട്രൽ ട്രിബ്യൂണലിൻ്റെ മേൽ അപ്പീൽ അധികാരമായി പ്രവർത്തിക്കരുത്. എന്നാൽ അനാവശ്യമായ പുതിയ ആർബിട്രേഷൻ നടപടികൾ ഒഴിവാക്കാനും നീതി ഉറപ്പാക്കാനും ആർബിട്രേഷൻ്റെ അന്തിമത്വം തകർക്കാതെയും ഉള്ള സാഹചര്യങ്ങളിൽ മാത്രമാണ് വിധിയിൽ പരിമിതമായ മാറ്റങ്ങൾ അനുവദിക്കപ്പെടുന്നത്. ഇതിലൂടെ ഇന്ത്യൻ ആർബിട്രേഷൻ നിയമത്തിൽ ഏറെ കാലമായി നിലനിന്നിരുന്ന ഒരു പ്രധാന വിവാദത്തിനും വ്യക്തത ലഭിച്ചു. അതായത് ആർബിട്രേഷൻ്റെ അന്തിമത്വവും സ്വയംഭരണം സംരക്ഷിക്കുന്നതിനും അതേസമയം അസാധാരണ സാഹചര്യങ്ങളിൽ പരിമിതമായ ന്യായ പരിശോധനയ്ക്ക് അവസരം നൽകുന്നതിനുമിടയിൽ ഒരു സമതുലിതാവസ്ഥ സ്ഥാപിക്കപ്പെട്ടു.